hope you all are doing well. So today I know you already have started some of the introduction classes and research classes you have started. So you might have learned the terminologies as you are studying the research new in third year. I am going to deal two important topics in research that is very important. That is very important because these two topics understanding is very essential for you to do research project in third year and also in future. So this is the basic basis to do that will help you to do a research project. So you all know you are going to do a small studies, small projects in third year. Okay, so these two topics you should listen carefully so that you can it will help you to do a or conduct a studies. Okay, so before going to the topic, I will introduce what is my topic. Okay, so you know how your mother is preparing rice. Okay, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ എങ്ങനെയാണ് ചോറ് വെക്കുന്നത്, അല്ലെങ്കിൽ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇനി ചോറ് അടുപ്പിൽ വെച്ചു, ഇനി അരി വെന്തോ, ചോറായിട്ടാണ് വെക്കുന്നത്, അല്ല അരിയാണ് ഇടുന്നത് അല്ലേ. അരി വെന്തോ എന്ന് എങ്ങനെയാണ് അമ്മ നോക്കുന്നത്? അതായത് ഈ അടുപ്പിൽ വെച്ച ചോറായോ, അരി മുഴുവനും വെന്ത് ചോറ് പരുവത്തിലായോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു തവി എടുത്തിട്ട് അതിൽ ഒന്നോ രണ്ടോ റൈസ് അല്ലേ, റൈസ് എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കും, അല്ലെങ്കിൽ ഒന്ന് വായിട്ട് ചവച്ച് നോക്കും അല്ലേ. അന്നേരം അറിയാൻ പറ്റും എല്ലാ ചോറും അല്ലെങ്കിൽ എല്ലാ അരിയും വെന്ത് കിട്ടി ചോറായി പരുവായെന്ന് അല്ലേ. മനസ്സിലായോ? അപ്പം ഇതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ് ദാറ്റ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. ഓക്കെ, സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് വി ആർ ഗോയിങ് ടു ഡു ഓർ വി ആർ ഗോയിങ് ടു സ്റ്റഡി. ഈ അരി വെന്തോ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അരി വേവാൻ അടുപ്പിലിട്ടിട്ട് 2-3 ചോറ് എടുത്ത് വെന്തോ പരുവായോ എന്ന് നോക്കുന്ന ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതേ പ്രോസസ്സ് തന്നെയാണ് സാമ്പിളിംഗ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ എന്താണ് സാമ്പിളിംഗ് എന്ന് നമുക്ക് പറയാം. ഇനി എന്തിനാണ് ഈ സാമ്പിളിംഗ് ചെയ്യുന്നത്? സാമ്പിളിംഗ് ചെയ്യുന്നത് ടു ഗ്യാദർ ഡേറ്റ ഫ്രം ദ പോപ്പുലേഷൻ in order to make an inference that can be generalized to a population. അപ്പം നമ്മളിവിടെ അരി ഇട്ടു, അരി മുഴുവനും പാകമായി ചോറായി തിന്നാനുള്ള പാകമായി എന്നൊരു ഇൻഫറൻസിൽ എത്തുന്നത് ആ 2-3 ചോറെടുത്ത് നോക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ഇൻഫറൻസ് എടുക്കാൻ പറ്റും. എല്ലാ ചോറും കൂടി എടുത്ത് തിന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2-3 ചോറ് എടുക്കുമ്പം നമുക്ക് മനസ്സിലാവും ആ കലത്തിലിട്ട അരി മുഴുവൻ വെന്തു പാകമായെന്ന്. അപ്പം ഇട്ട ആ അരി ഒരേപോലത്തെ അരി ആയിരിക്കണം, ഒരേ കമ്പനിയിലെ അരി ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് മട്ട, അല്ലെങ്കിൽ കുറച്ച് വേറെ അരി, അല്ലെങ്കിൽ പലതരത്തിലുള്ള തവിടരി, അങ്ങനെ മിക്സ് ആവാൻ പാടില്ല. ഒരേ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു യൂണിക്ക് അരി ആയിരിക്കണം. അപ്പം ഇത് തന്നെയാണ് when the researcher is studying about a population, he will gather data from that same population to make an inference that can be generalized to a population. മനസ്സിലായോ? ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, if a drug manufacturer would like to research the adverse side effects of a drug on the country's population. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡ്രഗ് മാനുഫാക്ചറിന് ഒരു റിസർച്ച് സ്റ്റഡി നടത്താൻ പോവാണ് അബൌട്ട് ദ അഡ്വേഴ്സ് സൈഡ് എഫക്ട്സ് ഓഫ് എ ഡ്രഗ്. ഏതെങ്കിലും ഒരു ഡ്രഗിന്റെ സൈഡ് എഫക്ട്സ് ഓൺ ദ കൺട്രീസ് പോപ്പുലേഷൻ. അതൊരു കൺട്രിയാണ്, സപ്പോസ് ഇന്ത്യ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു കണ്ടക്ട് ദ റിസർച്ച് സ്റ്റഡി ദാറ്റ് ഇൻവോൾവിങ് എവരി വൺ അല്ലെ. എല്ലാവരെയും, ആ കൺട്രിയിലുള്ള എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരെയും കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. സോ വാട്ട് ഹി വിൽ ഡു ഇൻ ദിസ് കേസ്? The researcher will decide a sample of people from each demography and then he will conduct the study. മനസ്സിലായോ? അപ്പം
ഒരു ഇന്ത്യ അപ്പൊ കൺട്രി എടുത്തു ഇന്ത്യ. ഇനി ഈ ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലേഷനെയും ഇൻവോൾവ് ചെയ്യിക്കാൻ പാടായതുകൊണ്ട് he will decide a sample of people from each demography. ഓരോ demography എടുത്തിട്ട് ആ demographyന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് എടുക്കുന്ന ആണ് അങ്ങനെ എടുക്കുന്ന ഒരു പ്രോസസ് ആണ് റിസർച്ചർ ചെയ്യുന്നത്. Okay, so coming to the sampling definition. Sampling definition means it is the process of obtaining information from a subset of a larger group. It is the process of obtaining information from a subset, that is called a sample, of a larger group, that is population, or it is the process of selecting representative units from the entire population of interest. So sampling means it is the process of obtaining information from a subset, okay, of a larger group. Okay, information from a subset of a larger group, or process of selecting representative units. Okay, representative units means it should be representative of the population. Then only we can generalize the findings, okay, from the entire population of interest. So before, if you want to understand this definition, you need to understand some terminologies. That is, what is mean by study population, what is target population, and what is a sample. So population means it is the set of subjects having common characteristics. That is called a population. Entire set of subjects having common characteristics. ഇനി പോപ്പുലേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ടാർജറ്റും ഉണ്ട്, സ്റ്റഡി പോപ്പുലേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടാർജറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ്, ടാർജറ്റ് ചെയ്യുന്ന കൺട്രിയാണ് ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ, ഇന്ത്യൻ പോപ്പുലേഷൻ. ഇനി സ്റ്റഡി പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി പോപ്പുലേഷൻ പറയുന്നത് ആ ഇന്ത്യയിലുള്ള പോപ്പുലേഷനിലെ ഓരോ ഡീമോഗ്രാഫിയിലുള്ള പോപ്പുലേഷൻ ആണ് സ്റ്റഡി പോപ്പുലേഷൻ. ഓക്കെ, ഇനി ഓരോ ഡീമോഗ്രാഫിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന സബ്ജക്ട്സിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ പഠിച്ചു, എൻ്റർ സെറ്റ് ഓഫ് സബ്ജക്ട്സ് ഹാവിങ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെല്ലാം സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം, കോമൺ ആയിരിക്കണം. സാമ്പിൾ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ഇവിടെ യെല്ലോ സർക്കിൾ, it identifies the population, it represents the population, yellow. Then this red circle represents the sample, that is a subset of a population. ഇനി sampling frame എന്ന് വെച്ചാൽ listing of all the elements or subjects in the population from which sample is drawn. ഇനി നമ്മൾ ഒരു ഡെമോഗ്രാഫിയിൽ ഉള്ള എല്ലാ പോപ്പുലേഷനെയും നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുവാണ്. ഇപ്പോൾ ഒരു ഡെമോഗ്രാഫി വെച്ചിട്ട് എടുത്തിട്ട് ആ ഡെമോഗ്രാഫിയിലുള്ള പോപ്പുലേഷനെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ആ ലിസ്റ്റിംഗ് ഡൗണിൽ നിന്ന് സാമ്പിൾസിനെ നമ്മൾ ഡ്രോൺ ചെയ്യും. ഇങ്ങനെ ഈ ലിസ്റ്റിംഗ് ഡൗൺ പ്രോസസ്സിന് പറയുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലിസ്റ്റിംഗ് ഓഫ് ഓർ ലിസ്റ്റ് ഓഫ്. സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഡയറക്ടറി, ഫോൺ ഡയറക്ടറി, അതൊരു സാമ്പിളിംഗ് ഫ്രെയിം ആണ്. എക്സാമ്പിൾ പറഞ്ഞാണ്. But sampling frame means it is list of all the elements or subjects in population from which sample is drawn. So now you know the terminologies. What is a population? What is a sample? What is target population? What is study population? And what is sampling frame? Okay, now we can see once again the definition of sampling. So you can see sampling, it is the process of selecting the samples from the population. Okay, so population means from the sampling frame. Okay, then we are making an inference. So once again we will see the definition. It is the process of obtaining information from the larger population or process of selecting representative units from the entire population of interest. So hope you understood the sampling definition. Okay, so you should know what is sample. Sample means it is a unit that is selected from the population. Okay, we have selected the sample from the sampling frame. അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാവുന്നത്. ഈ സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിൾ. ഇത്രയും
I hope you all understood till now. So once again, you read the definition. Once again, you go through the definition. Hope you understood the definition. So you can also read the textbook. Okay, read the textbook for better understanding. Your textbook contains everything. എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Okay, you can read your textbook for better understanding.